ഇതൊന്നും വീട്ടിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. എവിടുക്കാ നിങ്ങളീ പോണ്? നിങ്ങൾ എന്തേലും ഒന്ന് പറയ്. ഓളിപ്പോ തന്നെ സമ്മതിക്കൊന്നപ്പ എന്റെ പ്രശ്നം. ഓളുങ്ങളെ മകളെ തന്നെയല്ലേ? എന്താ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂലേ? മൂപ്പരേ കാസർഗോഡിലെ വലിയ പൈസക്കാരനാ. ഈ കല്യാണം അങ്ങനെ നടന്നാണല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടു. എങ്ങനെയെന്നോ? ഭാഗ്യമുണ്ടെങ്കിലേ കല്യാണം കഴിഞ്ഞ ഓളപ്പടത്തന്നെയും പാർപ്പിക്കുക. അതുകൊണ്ട് ആഴ്ചക്ക് മൂപ്പരോടെ വന്നു പോകും. മൂപ്പരേ വരുമ്പോ വെറും കൈയോടല്ലേ വരിക. കയ്യിൽ കുറെ കാശും പെരിക്ക് കുറെ സാധനങ്ങളും ഉണ്ടാവും. ഗൾഫിക്ക് പോയാലേ മാസത്തിലൊരിക്കലല്ലേ വരുമാനം ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോ ആഴ്ചക്ക് വരുമാനം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാമർത്ഥ്യം നോക്കില്ലാന്ന്. എന്താ ഓളുങ്ങളെ മോളന്നല്ലേ? ആ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഗൾഫ് പോയി എന്നപ്പോൾ ചൊറുക്കൊക്കെ ഒന്ന് കൂടിയിരിക്കണേ. അത് പോണീന് മുമ്പേ നമുക്ക് നടത്തണം. നോക്കട്ടെ. നോക്കിയാ പോരാ, നടക്കൂലേ? അത് നടക്കൂല. അതിനകത്ത് ബാറ്റ് എടുത്തിടടാ മോനെ. നിന്റെ ഉപ്പാക്കാരെ സെലക്ഷൻ അറിയില്ല എന്ന് പറഞ്ഞത്? ഈ നാസർക്കാർക്ക് ഒന്നും അറിയില്ല. റംലാത്തക്കും കുട്ടിയേക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്യാം. ആർക്കപ്പ ഈ ടോർച്ച്? അത് നമ്മളെ മുക്രിക്കുള്ളതാ. അതേതായാലും നന്നായി. അല്ല, അവള് കുട്ടേട്ടൻ എന്തേലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവനത് വാങ്ങുമെന്നറിയില്ല. അതെന്താ? ഒരു ഗൾഫുകാരന്റെ സുഖവും ദുഃഖവും നന്നായിട്ട് അറിയുന്നവനാ കുട്ടൻ. അവന്റെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? അസുഖമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ആ ഷെമി, ഇതൊക്കെ എടുത്തു വെച്ചേ, നേരെ ഒരുപാടായി. സമയം 8:30 ആയിട്ടുള്ളൂ. കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ. ബുക്കോണ്ടേ ആഹാരൊക്കെ കായ്ക്കുന്ന നാട്ടിൻ്റെ മധുപൂറും കിസ്സ പറഞ്ഞാട്ടെ. കാപ്പുമല കണ്ട കുട്ടിയെ കുറച്ച് വെള്ളം കാട്ടിക്കാ. അല്ല, എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ ഇപ്പൊ കണക്കന്നെ. കച്ചവടത്തിന്റെ കാര്യമൊന്നും പറയാക്കല്ലേ. ഇതൊക്കെ ഇപ്പൊ തന്നെ എങ്ങനെ? നിങ്ങക്ക് ഇതിന്റെ കൂടെ വേറെ വല്ല ഏർപ്പാടും കൂടി നോക്കിക്കൂടെ? ഇത് തന്നെ കുട്ടികൾക്ക് വലിയ മാനക്കാടാ. ഇങ്ങനെ നടന്നിട്ടാ നമ്മളോലെ പോറ്റിക്കുന്നത്. അതൊക്കെ മക്കൾക്ക് വല്ല ഓർമ്മയുണ്ടോ? അല്ല, ഇതാരാ? മമ്മൂക്കേ? നല്ല പാട്ട് കേൾക്കണേ മമ്മൂക്ക തന്നെ വരണം. ഇതുവരെ പാട്ട് കേൾക്കാന്നല്ലാതെ മൂപ്പരത്തൊരു ബുക്ക് വാങ്ങിക്കണേ. കുത്തിയിരുന്ന് വായിക്കുക, അതൊക്കെ ഒരു ബോറ. അതന്നെ വായിച്ചരുത്. അനക്കൊക്കെ വല്ല വിവരം കിട്ടിയാലോ? അതൊക്കെ പോട്ടെ. മമ്മൂക്ക, നിങ്ങളൊരു പാട്ട് പാടിക്കണേ. പരം വിരിച്ചുമ്മാ വിട്ട് ചൊങ്കില് നടക്കണ സുജായത്ത് നമുക്കുണ്ടോ നാട്ടില്? കഥയെന്തെന്നറിയാതെ നാളെ കിടക്കണ അവരെന്ന ഭയങ്കര വീട്ടില്. പടച്ചോൻ കാത്തു. അല്ല, നിങ്ങളെ വല്ല ഗുളികൾക്കും പറഞ്ഞാച്ചാ? ഈ മരണപ്പാടില്ലേ നമ്മൾ ഇന്നാള് പോയത്. അസ്സലാമലൈക്കും. മുസാക്ക, നിങ്ങളൊക്കെ അവിടെ ഉണ്ടോ? ഞാനിവിടെ ഇരിക്കട്ടെ. അല്ല മുക്രിയെ, ടോർച്ച കിട്ടിക്കണല്ലോ, നിങ്ങൾ വാങ്ങിയതാ? ഇത് നമ്മളെ നാസറന്നാ. പള്ളിക്ക കുത്തിയേക്കണം. അതേതായാലും നന്നായി. പത്രാസില്ല പോറിയങ്കാര് കൊറേ ഉണ്ട് നമ്മളെ നാട്ടിൽ. ഓലൊന്നും നാസറിന്റെ മാതിരി ആവൂല. ഓൻ സ്നേഹല്ലോനാണ്. ഓനെപ്പോലൊരു മാനി ഈ നാട്ടില് വേറെ ആരല്ലത്. എന്നാ ഞാൻ പോവാ. വെറുതെ കയറിയെന്നുള്ളൂ. ഇനിയിപ്പോ നേരം വെക്കിയാലേ അല്ലെങ്കിൽ തന്നെ ഉസ്താദിന് വയലുകാരെ ഒരു കാരണം കിട്ടാൻ കാത്തിക്കുക. ഉണ്ടു സൈ ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അമ്മനെ ഞാൻ കണ്ടു. അമ്മ ഒരുപാട് കാര്യം പറഞ്ഞു, കരഞ്ഞു. അതൊന്നും സാരല്ല, വയസ്സായില്ലേ. അതെ, നിനക്കെത്ര വയസ്സായി? അല്ല, നീ ഒന്നും പറയണ്ട. ആദ്യം നീതി പുലർത്തേണ്ടത് സ്വന്തം ശരീരത്തോടാ, പിന്നെ സ്വന്തം കുടുംബത്തോടും, എന്നിട്ട് മതി നാട്ടുകാരോട്. അല്ല, പണിക്ക് പോയി വന്നിട്ട് ഞാൻ മറ്റുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങാറുള്ളൂ. അതൊന്നുമല്ല, കാര്യങ്ങളൊക്കെ ഞാൻ അറിയാറുണ്ട്. നിന്റെ സമപ്രായക്കാരൊക്കെ രക്ഷപ്പെട്ടു, നീ മാത്രം ഇങ്ങനെ. ഒക്കെ ശരിയാവും. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി സ്കൂൾ വരാന്തയിലൂടെ നടന്നിരുന്ന നമ്മുടെ ആ പഴയ കാലം ഓർമ്മയുണ്ടോ നിനക്ക്? രാഷ്ട്രീയത്തിൽ പല പല കുതന്ത്രങ്ങളുണ്ട്. നിന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഈ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. അതൊക്കെ ശരിയാ. ആത്മാർത്ഥതയ്ക്കൊന്നും ഇന്നൊരു കാലമില്ല. നാട്ടിൽ പല പല പരിപാടികൾ നടത്തി നാട്ടിന് നല്ലൊരു അഡ്രസ്സ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ മറവിൽ പൈസ അടിച്ചു മാറ്റി എന്ന് തെറ്റിദ്ധരിച്ച് നിന്റെ നേർക്ക് തിരിഞ്ഞ
നാട്ടിലെ ചില സുഹൃത്തുക്കളെ ഇനിയും നിനക്ക് ഓർമ്മയില്ലേ? ഒരാളുടെ കഴിവും നന്മയും കാണുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവുന്ന ഹീനമായ വികാരമാണ് അസൂയ. അതൊന്നും സാരല്ല, അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നാം അറിഞ്ഞില്ലെങ്കിൽ അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ മറന്നു, എന്താ നവാസിന്റെ മകൻ്റെയൊക്കെ വിശേഷം? കാണാറുണ്ട്, സുഖാണ്. പിന്നെ നവാസ മറ്റേ പ്രശ്നത്തിൽ വരാന്ന് പറഞ്ഞിരുന്നു. അല്ല, ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, കാര്യങ്ങളൊക്കെ നടത്താനുള്ള പൈസ ഒക്കെ അയച്ചിരുന്നോ? നവാസ ആയതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ കുട്ടാ, എന്റെ ലീവ് തീരുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടത്തണം. നോക്കാം. നോക്കാന്നല്ല, നടന്നേ പറ്റൂ. ഞാൻ നിനക്കൊരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, എന്തിനാ നാസരത്തെ പ്രയാസപ്പെട്ട് വാച്ചൊക്കെ? എനിക്കാണെങ്കിൽ വാച്ചിലുള്ള താല്പര്യമില്ല. എന്താ, നിനക്ക് ഇഷ്ടായോ? മഗ്‌രിബിന് ബാങ്ക് കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം. പിന്നെ നാളെ ഉച്ചക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യം അതൊരു കാരണവശാലും മറക്കും. ഇല്ലല്ല, ഞാൻ നാളെ വരാം. ഓക്കെ, എന്നാ ഞാൻ ഇങ്ങനെ പോവാം. എനിക്ക് അവലിലൊന്ന് പോകും വേണം. എന്നാ നാളെ കാണാം. ഓക്കെ. താത്ത നിങ്ങൾ എന്നാ വന്നേ? കഴിഞ്ഞ ബുധനാഴ്ച കുഞ്ഞോളെ. സുഖല്ലേടി നിനക്ക്? താത്ത തടിയൊക്കെ ഒന്ന് നന്നായിക്കണ്. നിനക്ക് ലീവ് കിട്ടുവോ? നമുക്ക് വീട്ടിൽ പോവാം. ഇല്ലാത്ത, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്തിനാ? നിങ്ങളെ ഞാൻ കണ്ടില്ലേ. എന്നാലും 2 ദിവസമെങ്കിലും ഒരുമിച്ച് നിൽക്കാലോ. ഇവിടെയുള്ള കുട്ടികളെ കാണാൻ എല്ലാരും വരും, എന്നെ കാണാൻ ആരും വരില്ല. നമ്മളെ ബാപ്പ എന്തെങ്ങനെ? വാപ്പാനെ നീ നോക്കണ്ട, നിനക്ക് ഞാനില്ലേ. എന്നെ പോലെ ആവാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. താത്തയും കൂടെ പോയപ്പോ ശരിക്കും ഞാൻ ഒറ്റയ്ക്കായി. കരയണ്ട കുഞ്ഞോളെ. നിനക്കിനി എന്നാ ലീവ്? ഞാൻ മാഷോടൊന്ന് ചോദിക്കട്ടെ? വേണ്ട താത്ത, ലീവ് ഉണ്ടാവുമ്പോ ഞാൻ വിളിക്കാം. താത്ത പോണ വരെ എനിക്കൊരാളുണ്ടല്ലോ. ഇത് വെച്ചോ. ഇതെന്തിനാ താത്ത? എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും, വല്ല ഫോൺ ചെയ്യാനോ മറ്റോ. അതിനൊന്നും ഇവിടെ സമ്മതിക്കൂല. നീ നന്നായിട്ട് പഠിക്കണം. എന്നാ ഞാൻ പോട്ടെ. നിനക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട്, ഞാൻ എടുത്തു തരാം. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കല്യാണം വേണ്ട. ഞാൻ സമ്മതിക്കൂല. അന്റെ സമ്മതത്തിന് കാത്തിക്കില്ല ഞാൻ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നടത്തും. ഞാൻ അതിന് സമ്മതിക്കൂല. ഓണ സമ്മതത്തിന് നിങ്ങൾ കാത്തിക്കണം. ഒരു വാപ്പാനെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഇതല്ലാത്തൊരു പുതിയാപ്പിളിനെ കിട്ടാനേ ഓളമ്മ ഇവിടെ സമ്പാദിച്ചു പോയിക്കല്ലേ. ആത്മാർത്ഥതയുള്ള കല്യാണമൊന്നുമല്ലല്ലോ ഇത്. നാട്ടുകൂടെ മുഴുവൻ പെണ്ണും കെട്ടി നടക്കുന്നവർക്ക് ഞാൻ സമ്മതിക്കില്ല. മുസ്ലിങ്ങൾക്കേ 4 വരെ കെട്ട. നല്ല കാഴ്ചപ്പാടിനെ വളച്ചൊടിക്കുന്നവർക്ക് മുന്നിൽ ഞാൻ ഇരുന്നു കൊടുക്കൂല. മൂപ്പരെ നല്ലൊരു ആചാര. 1-ാം തരം പൈസക്കാരനാ. അയാളുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. ഇനി ചെരച്ച നാവ് ഞാൻ അറിയും. ജിഞ്ഞി ഗൾഫിക്കും പോവില്ല, ഈ കല്യാണം ഞാൻ നടത്തും ചെയ്യും. ഓളെ ഇടക്കിടക്കാണ് ഫോൺ ചെയ്യണേ. ആർക്കാണാവോ? ഓളെ വിചാരം ഞാൻ ഇതൊന്നും അറിയണില്ലാന്നാ. തന്നെടി, ഞാൻ ആർക്കും വിളിക്കാറൊന്നുമില്ല. അടുത്ത ബുധനാഴ്ച ഞാൻ അവളോട് വരാൻ പറഞ്ഞു. അന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലേ എന്റെ സ്വഭാവം കൊണ്ട് മാറും. കാതറ പറഞ്ഞത്. അതേ കാതറിന്റെ മോളായി പറയുന്നത്. എന്നെ കൊന്നാലും ശരി, ഞാൻ സമ്മതിക്കൂല. സമ്മതിക്കൂല? ഇല്ല. സമ്മതിക്കൂല? ഇല്ല. കൊല്ലും ഞാൻ. അറബികൾ ആട്ടും തുപ്പും സഹിച്ചു കക്കൂസ് കഴുകിയും ഞാൻ അയച്ചു തരുന്ന പൈസ തികയാഞ്ഞിട്ടല്ലോ ഉപ്പ. ഒരിത്തിരി സ്നേഹം നിങ്ങൾക്ക് എന്നോടില്ലേ? കണ്ണീര് പറ്റിയ കണ്ണാണല്ലോ ഉപ്പ അങ്ങക്ക്. വേണ്ട 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 വേണ്ട, ഞാൻ എടുക്കാം. അവിടെ വെക്കടാ, ഞാൻ അങ്ങോട്ട് ചെത്തി തരില്ലേ? നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വിളിക്കരുതെന്ന്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആരാ? അത് കുട്ടനാ. എന്താ ഈ നേരത്ത്? ഒന്നുമില്ല. എന്തേ, കുട്ടന്റെ അമ്മയ്ക്ക് വല്ല അസുഖവും? അങ്ങനൊന്നുമില്ല. എന്നാലും അവൻ അർജന്റായിട്ടൊന്ന് കാണണമെന്ന്. അല്ലെങ്കിൽ ഞാനിപ്പോ വരാം. ഇത് കഴിച്ചിട്ട് പോയിക്കോളൂ. നിങ്ങൾ കഴിച്ചോളി. എന്റെ മാനസിക സംഘർഷം കൊണ്ട് കുട്ടികളോടൊന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല.
ശരിയാണ്. എന്നാൽ റംലയോട് ഇതൊക്കെ തുറന്നു പറയാൻ കഴിയുമോ നിനക്ക്? കഴിയണം, കഴിഞ്ഞേ പറ്റൂ. മരണം എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അതിനു മുമ്പ് തന്നെ എല്ലാം പറയണം. നല്ല അയൽവാസി, നല്ലൊരു സുഹൃത്ത്, നല്ല ഭാര്യ, ഇതൊക്കെയാണ് എൻ്റെ അറിവിൽ ഏറ്റവും വലിയ സമ്പാദ്യം. അതിൽ നിനക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഓർക്കുമ്പോഴാ. ഒരു പ്രവാസിയുടെ ഭാര്യ നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് നന്നായി അറിയുന്നവളാണ് റംല. ഇവിടെ ഗൾഫുകാരൻ്റെ ഭാര്യമാരെ മാത്രം ശ്രദ്ധിക്കുന്ന കുറച്ച് കണ്ണുകളുണ്ട്. അത്തരക്കാരെ കണ്ണൊന്നും നിങ്ങളെ വരൻ്റെ മുറ്റത്ത് ഇതുവരെ എത്തിയിട്ടില്ല. ശരിയാണ്. സ്നേഹം സംരക്ഷിക്കുന്നതിന് വേണ്ടി വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവളാണ് അവൾ. അവിധ ബന്ധങ്ങളൊന്നും ഇക്കാലത്തൊരു അസാധാരണ സംഭവമല്ല. പക്ഷേ എനിക്കങ്ങനെ കാണാൻ കഴിയില്ലൂട്ടാ. ഇസ്ലാമിക ചിട്ടപ്രകാരം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നീ അവളെ വിവാഹം കഴിക്കേ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്തായാലും നേരിടേണ്ടി വരും. കുട്ടാ, എൻ്റെ ഈ കാര്യം നിനക്കും മാനുവിനും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ നിൽക്കണം, പ്ലീസ്. പ്ലീസിന് എന്ത് പ്രസക്തി നാസറേ? നീ എൻ്റെ സുഹൃത്തല്ലേ? നീ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ എൻ്റെ സമ്പാദ്യത്തിൽ ഒരു നല്ല സുഹൃത്തിനെ കൂടി കിട്ടി. അതൊന്നും നോക്കണ്ട. എക്സ്ക്യൂസ് മീ, പവിത്രം തുടങ്ങി. ഒരു 9 രൂപ 9 റുപ്പീസ് കൊടുക്കണ്ട നാസറേ. ഓ, ഗൾഫിലെ കിട്ടിയപ്പോ വലിയ കുമ്പത്താള്. ഓ, നമ്മളിവിടെ വെറുതെ പേശിട്ട് വിട്ടല്ലേ. നീ എന്നെ പോലെ ആവില്ല, മനസ്സിലായാടാ? നീ എന്തായി പറയുന്നത്? എന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കാനാ? കുറച്ചു ദിവസം എന്നെ എവിടെങ്കിലും ഒന്ന് പാർപ്പിക്കണം. ഈ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെ ഞാൻ എവിടെ കൊണ്ടുപോയി പാർപ്പിക്കാനാ? എന്നാ എനിക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഒന്ന് വേഗം ശരിയാക്കി തരി. അതുവരെ ഇതൊക്കെ എന്റെ കുടുംബം അറിഞ്ഞാൽ. നിങ്ങളെ ഭാര്യ റംലാത്തനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്ത്? നമ്മളെ ബന്ധത്തെ കുറിച്ചോ? ഞാനതെങ്ങനെയാ പറയൂ? ഞാൻ നിങ്ങക്ക് വാക്ക് തന്നല്ലേ. നിന്റെ ദുഃഖത്തിൽ എനിക്ക് തോന്നിയ സഹതാപം നീ മുതലെടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സംശയിക്കണ്ട, അതൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആ പഴയ സ്നേഹവും അനുകമ്പയും ഒന്നുകൂടി കാണിച്ചൂടെ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ അനിയത്തി എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഗൾഫിൽ പോകണം. മാത്രമല്ല, ബാപ്പ കണ്ടെത്തിയ കല്യാണം നടക്കാൻ പാടില്ല. പ്ലീസ്. അർദ്ധരാത്രി സ്ത്രീയുടെ കയ്യും പിടിച്ച് എന്റെ വീട്ടിൽ കയറി ചെന്നാൽ എന്റെ ഭാര്യ എന്ത് പറയും? അതെനിക്കറിയാം. എന്റെ ഭാര്യക്ക് മാത്രമല്ല, ലോകത്തൊരു പെണ്ണിനും അതിന് സാധിക്കില്ല. ഹലാലല്ലെങ്കിലും ഒരു പുരുഷന്റെ സ്നേഹം നിങ്ങളിലൂടെ കുറച്ചറിഞ്ഞവളാണ് ഞാൻ. അല്ലെങ്കിലേ നിന്റെ ഇടക്കിടക്കുള്ള ഫോൺ വിളി റംലയ്ക്ക് വല്ല സംശയം തോന്നിട്ടുണ്ടോ എന്നാ എന്റെ പേടി. അല്ല പൊറുക്കാത്ത തെറ്റായതുകൊണ്ട് ആത്മഹത്യ ഞാൻ ചെയ്യില്ല. പക്ഷേ ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. എങ്ങോട്ട്? അതെനിക്കറിയില്ല. നീ അവിവേകം ഒന്ന് കാണിക്കരുത്. നാളെ രാത്രി ഞാൻ വണ്ടിയേറ്റ് വരും. നീ ഒരുങ്ങിയിരുന്നു. 1.5 കൊല്ലായി തോന്നുന്നു വെള്ളം കണ്ടിട്ട്. ഇവിടെ ഇപ്പൊ ഞാനിവിടെ ഉള്ളതുകൊണ്ട് തിരക്കടില്ല. അവിടെ പാര അതൊക്കെ ചെയ്തരാള്. ഞാനോട് പോവാ. കുട്ടികളെ വിളിക്കണ്ടത് തോന്നുന്നു.